ഹലോ സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു ബായനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് ഇത്ര മണ്ണും ഇവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു. ഈ 10 ഗ്രോ ബെഡിൽ നമുക്ക് കുറച്ച് മണ്ണ് പകുതി മണ്ണിടാനുണ്ടായിരുന്നു. ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഇവിടെ കുറേ കല്ല്, വേസ്റ്റ് കല്ല്, ഇങ്ങനെ വേസ്റ്റ് കല്ലല്ല, കയ്യാല പണിയാൻ പറ്റിയ നല്ല കല്ല് ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തൊരു കയ്യാലയുടെ കെട്ടി ഇവിടെ കണക്ട് ചെയ്ത് ഇങ്ങനെ. അത് മുകളിലേക്ക് ഇവിടെ നിന്ന് സ്റ്റെപ്പിട്ട മുകളിലേക്ക് ഇനി കയറാൻ എളുപ്പമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി കല്ലുണ്ടായിരുന്നു, കണ്ടമാനം കല്ല് കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ വണ്ടിക്കകത്ത്, നമ്മുടെ ഈ വണ്ടിയിൽ കുറേ കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വെച്ച് ചായ കുടിക്കാനായിട്ട് പോയതാണ്. കുറേ കല്ലവിടെ കൊണ്ട് കൂട്ടി രാവിലെ. വഴിയൊക്കെ വെട്ടി വണ്ടിക്ക് അപ്പോൾ കല്ല് നമ്മൾ ഇവിടെ ഒന്ന് കൂട്ടി. ഇനി കുറച്ച് കല്ലിനെ കൂട്ടി അവിടെ വൃത്തിയാക്കി അവിടെ മണ്ണിട്ട് അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കാനുണ്ട്. ഇനി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ കല്ലിന് മുകളിലേക്ക് നമുക്ക് പണിയാനൊക്കെ ഉപയോഗിക്കാം. കയറ്റിക്കൊണ്ടാ കയ്യാല പണിയാം. കളയാൻ പറ്റില്ല, കല്ല് നല്ല വിലയല്ലൊക്കെ. രണ്ടായി കേട്ടോ, വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ വേസ്റ്റായിട്ട് സ്ഥലം കിടന്നത്. അപ്പോൾ അവിടെ ബെഡ് ഉണ്ടാക്കി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ എന്നാൽ ഈ വേസ്റ്റുള്ള സ്ഥലം നന്നാക്കി എടുത്തിട്ട് ഒരു 5-10 വഴുതന ഇടാം ഇവിടെ. നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടാവും ഇവിടെ, കുഴപ്പമില്ല. വഴുതനയ്ക്ക് ഇച്ചിരി വെട്ടം കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനെ നന്നാക്കി എടുത്ത് നമ്മൾ ഈ വീട്ട്മാറ്റ് വിരിച്ചിട്ട് വീട്ട്മാറ്റിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് അവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പുല്ല് കയറാണ്ടിരിക്കുമല്ലോ. ഇതാണ് ഇത് വഴുതന നടാനേ. അത് ഇവിടെ നമ്മൾ തുളച്ചു. ഇവിടെ നമ്മൾ കുഴിയെടുത്ത് വഴുതന നടും. അപ്പോൾ പുല്ല് അത്ര ഭാഗത്ത് പുല്ല് പറിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇതിപ്പോൾ നമുക്കൊരു 8 വയ്ക്കാം. വഴുതന നമുക്കൊരു 5 ഇരിപ്പുണ്ട് ഇപ്പോൾ. അത് വയ്ക്കാം. ബാക്കി മുളച്ച് വലുതായിട്ടില്ല. ഇത് നേരത്തെ വച്ചേർന്നതാണ്. അപ്പോൾ ഈ വഴുതന വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ തൈ വലുതാൻ പോക്കാം. അരിവണ്ടി മോറ്റയുടെ വേണ്ടി തൈ വാങ്ങിച്ച് വയ്ക്കാം. ഓക്കെ എന്നാൽ.